അടുത്ത 2024 മോഡൽ ഇഗ്നിസ് 24-25 രജിസ്ട്രേഷൻ വെറും 5600 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓട്ടുള്ളൂ. അടുത്ത 2011 മോഡൽ 800. നമ്മൾ 2008 800 ഉണ്ട്. ഇത് നമ്മൾ 2011 മോഡൽ 800. ഇതും MBFI AC വണ്ടിയാണ്. 2014 മോഡൽ റിറ്റ്സ് VXI സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2014 മോഡൽ റിറ്റ്സ് VXI സിംഗിൾ ഓണർഷിപ്പ് വെറും 66,000 കിലോമീറ്റർ ഓടി. 2018 മോഡൽ ബെലേനോ സീറ്റ വേരിയൻറ്റ് 42,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സീറ്റ വേരിയൻറ്റ് 2018 മോഡൽ ബെലേനോ സീറ്റ. അടുത്താണ് ഡിസയർ ZXi പ്ലസ് വണ്ടി 2018 മോഡൽ. ZXi പ്ലസ് ടോപ്പ് വേരിയൻറ്റ് 2018 മോഡൽ ഡിസയർ ZXi പ്ലസ് വേരിയൻറ്റ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ ചന്ദനത്തോപ്പ് എന്ന് പറഞ്ഞ ഭാഗത്താണ് നിൽക്കുന്നത്. കൊല്ലത്ത് നിന്ന് കുണ്ടറയിലോട്ട് പോകുന്ന വഴിക്ക് ചന്ദനത്തോപ്പ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഇൻഡസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഡിക്സൻ്റെ ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ട്രൂ വാല്യൂയിലെ ഏറ്റവും മാന്യമായ വില ഡിക്സൻ്റേതായ രീതിയിലൊക്കെ കുറച്ച് പറയുന്നത് കൊണ്ടുകൂടിയാണ് നമ്മൾ വീണ്ടും ഡിക്സൻ്റെ അടുത്ത് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 540 ഇട്ടേക്കുന്ന വണ്ടി അവനൊരു മാന്യ വിലയൊക്കെ അതിൽ കണ്ടെത്തി അത്യാവശ്യം ചെറിയ ചേഞ്ചൊക്കെ ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് നല്ല വണ്ടികൾ മാന്യമായ വിലയിലൊക്കെ കിട്ടും എന്നുള്ളതാണ് വീണ്ടും നമ്മളിവിടെ വരുന്നത്. അപ്പം പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള നല്ല ഫാമിലി കാറുകൾ, അതായത് ഇപ്പോൾ വാഗണറോ ഓൾട്ടോ എക്സ്പ്രസ്സോ സ്വിഫ്റ്റ് അങ്ങനെയൊക്കെയുള്ള നല്ല കാറുകൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ ഞാൻ ഈ കുത്തനെന്ന് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാൻഡ് ചെയ്ത് ഓൾട്ടോയുടെ മണ്ടേ കയറ്റി വെച്ചേക്കണം. അപ്പോൾ അതിൻ്റേതായ ഒരു മുഖം ഉയർത്തി നോക്കുന്നതാണ്, വേറെ ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരിക. നമുക്ക് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നേക്കുന്നത് എങ്ങനെയൊക്കെ ഉണ്ട്, ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ നമ്മൾ ഡിക്സൺ ബ്രോ വന്നിട്ടുണ്ട്. ബ്രോ നമസ്കാരം. അപ്പോൾ എങ്ങനെയാണ് പുതിയ വണ്ടികളുടെ ഒരു വിശേഷം പറയുകയാണെങ്കിൽ 1 ലക്ഷം രൂപ തൊട്ടുള്ള തുടങ്ങുന്ന വണ്ടികളാണെന്ന് നീ പറഞ്ഞേക്കുന്നത്. ഏതാണ് 1 ലക്ഷം രൂപയുടെ വണ്ടി എടുക്കുന്നത്? മാരുതി 800. ഓക്കെ. അപ്പോൾ നമ്മൾ എത്ര രൂപ വരെയുള്ള വണ്ടികളാണ് കാണിക്കാൻ പോകുന്നത്? നമുക്ക് ഒരു 7-8 റേഞ്ച് വണ്ടി നമ്മുടെ കിടപ്പുണ്ട്. 8 രൂപ, അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ എടുക്കാൻ പറ്റുന്ന എല്ലാത്തരം പ്രഷർക്കും കാണാൻ കൊള്ളുന്ന മനോഹരമായ ഒരു വീഡിയോ ആയിരിക്കും. ഈ 8 രൂപ എന്ന് പറയുമ്പോൾ ഏത് വർഷം വരെ നമ്മുടെ ഇപ്പോൾ 2025 മോഡൽ വണ്ടി വരെ നമ്മുടെ സ്റ്റോക്ക് കിടപ്പുണ്ട്. 25 തൊട്ട് 2001 മുതൽ 2025 വണ്ടിക്ക് ഈ പറഞ്ഞ 8 രൂപ അല്ല, അത് 2025 വണ്ടിക്ക് 7 2025 ഇഗ്നിസ് കിടപ്പുണ്ട്. നമ്മളില്ലേ 25 മുതൽ ഇഗ്നിസ് സീറ്റ് ടോപ്പ് ഏരിയന് വണ്ടി. പിന്നെ നമ്മുടെ 8 ലക്ഷം രൂപയുടെ ബ്രസ് കിടപ്പുണ്ട്. പല വണ്ടി സ്റ്റോക്ക് നേരിട്ട് കാണാൻ നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട് വരാം. നമ്മുടെ ഫസ്റ്റ് 2008 മോഡൽ മാരുതി 800 MBFI AC വണ്ടി. സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടി വെറും 87,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. 87 ജെനുവിൻ കിലോമീറ്റർ ആണ്. 83,000 കിലോമീറ്റർ. ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. 2008 മോഡൽ മാരുതി 800 MBFI AC വണ്ടി, സിംഗിൾ ഓണർ. വണ്ടി നല്ല കാണാൻ നല്ല വൃത്തിയുണ്ടല്ലോ. പക്ക വണ്ടി. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്ക് ക്യാമറ എല്ലാം വണ്ടി കാണുന്നുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്. സീറ്റ് കവർ കാണാൻ എല്ലാം വണ്ടി, ഹാൻഡ് റെസ്റ്റ് എല്ലാം വണ്ടി കാണുന്നുണ്ട്. 2008 മോഡൽ 2028 വരെ വണ്ടിക്ക് പേപ്പറുണ്ട്. തുരുമ്പൊന്നും കാണുന്നില്ല. വണ്ടി ആ രീതിയിലൊക്കെ വൃത്തിയാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്ലോർ മാറ്റൊക്കെ കിടക്കുന്നുണ്ട്. തന്നെ വണ്ടി കാണാനൊക്കെ വൃത്തിയുണ്ട്. അതൊക്കെ ഓക്കെയാണ്. ടയേഴ്സൊക്കെ നോക്കിക്കാണേ ഒരുവിധം ആവറേജ് ടയർ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 70 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. ഒന്നും ഉറപ്പിടേ. സിംഗിൾ ഓണർഷിപ്പ് 2008 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 70 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 70 രൂപ. അടുത്ത 2011 മോഡൽ 800. നമ്മൾ 2008 800 ഉണ്ട്. ഇത് നമ്മൾ 2011 മോഡൽ 800. ഇതും MBFI AC വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി. മറ്റേതും MBFI ഞാൻ ചോദിച്ചില്ല. 2 MBFI ആണ്. അത് MBFI, ഇത് MBFI. 2011 മോഡൽ MBFI സിംഗിൾ ഓണർ. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് നമുക്ക് 1,15,000 രൂപ കൊടുക്കാം. നമുക്ക് എന്തോ ഓടിയിട്ടുണ്ട് ഇത് കിലോമീറ്റർ വന്ന ഒരു 80 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ. 2011 മോഡൽ അടിച്ചിട്ടുണ്ട്. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇത് തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ ഫ്ലോർ മാറ്റ് ചില ആൾക്കാർ ഇടുന്നതെന്ന് പറഞ്ഞാൽ അല്ല, ഇത് പൊക്കി നോക്കാം. ഇത് ആ രീതിയിൽ കിടക്കുമല്ലേ, അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പൊക്കി നോക്കിയാലേ. ഇത് അങ്ങനെ കാണുന്നതുകൊണ്ട് പറഞ്ഞതാ, ചോദിച്ചതാ. ടയറൊക്കെ കൊള്ളാം. ടയറൊക്കെ 2011 AC 800. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. 1,15,000 കൊടുക്കാം. 1,15,000 2011 മോഡൽ. 11 മോഡൽ. ഓക്കെ. എന്നാൽ ലാസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് വന്ന വണ്ടി കാണാം. റേറ്റ് നമുക്ക് പറഞ്ഞാൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് നമുക്ക് കൊടുക്കാം. അതും കൊടുക്കാം. 1,15 കുറച്ച് കൂടുതലല്ലേ കൊടുക്കുക. വന്ന് വണ്ടി കാണാം. റേറ്റ് അഡ്ജസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞില്ലയോ? ഞാൻ പറയും, ഈ ചോദിക്കും. ഞാനിവിടെ പറയുന്ന റേറ്റ് ഒന്നും ഫിക്സഡ് അല്ല. അത് ഇവിടെ വന്ന് എൻ്റെ വീഡിയോ കണ്ട് വന്ന് അടുത്ത കസ്റ്റമർക്ക് അറിയാം.
മനസ്സിലായില്ലേ? നിനക്കറിയത്തില്ല, വരുന്ന കസ്റ്റമർക്ക് അറിയാം. എടേ അങ്ങനെ പറയാടാ, ഈ വരുന്ന കസ്റ്റമറിനെല്ലാം വേണ്ടി വീട് വില കുറച്ച് കൊടുക്കും. പിന്നെ കളിയനത് വീട് ഓക്കെ, അവർക്ക് അത്യാവശ്യം മാന്യമായ വിലയ്ക്ക് നീ തീർച്ചയായും കൊടുക്കും, തീർച്ചയായും കൊടുക്കും. അടുത്ത 2011 മോഡൽ 12 രജിസ്ട്രേഷൻ എ സ്റ്റാർ സിംഗിൾ ഓണർ VXI വണ്ടി. VXI 2011 രജിസ്ട്രേഷൻ, 11 മോഡൽ 12 രജിസ്ട്രേഷൻ. നല്ല ടയേഴ്സ് ഉണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് വരുന്നുണ്ട്. വേറെ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തില്ല. കറക്റ്റ് കിലോമീറ്റർ വന്ന് 4 ഡോർ പവർ വിൻഡോ ആണല്ലേ? 4 ഡോർ പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. കറക്റ്റ് കിലോമീറ്റർ 1,12,000 കിലോമീറ്റർ വണ്ടി പോയിട്ടുണ്ട്. ഒന്ന് കഴിഞ്ഞ്. പക്ഷെ വണ്ടി കണ്ട പക്ക നീറ്റാണ്. 4 ടയറും കാര്യങ്ങളും എല്ലാം വണ്ടിക്കകത്തുണ്ട്. വേറെ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തില്ല താനും. 2011 മോഡൽ 12 രജിസ്ട്രേഷൻ എ സ്റ്റാർ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1,30,000 നമുക്ക് കൊടുക്കാം. 1,30,000? 1,30,000 കൊടുക്കാം. നമ്മൾ ഇൻഡസ്ട്രി പ്രതീക്ഷിക്കുന്ന വിലയാണ് 1,30,000 രൂപ. ആ പ്രതീക്ഷിക്കുന്ന വില അവിടെ വെച്ചിട്ട് നീ ഒരു മാന്യമായ വില കൊടുത്തിരിക്കും, തീർച്ചയായും കൊടുത്തിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞേക്കുന്ന ഒരു തള്ളലും അതാണ്. നീ എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായ ഒരു വില കൊടുക്കും. ഞങ്ങൾ നിനക്ക് പറയാം, നിൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറയാം, അത് കുഴപ്പമില്ല, കൊടുത്തിരിക്കാനത്. 2008 മോഡൽ ഓൾട്ടോ LXI സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 1,00,000 കിലോമീറ്റർ വണ്ടി പോയിട്ടുണ്ട്. 1,00,000 തയ്ച്ച്? അതെ, 1,00,000 തയ്ച്ചിട്ടുണ്ട്. 1,00,000 കഴിഞ്ഞിട്ടുണ്ട്. 2008 ടയർ മുട്ടയാണ്. ടയർ നമുക്ക് മാറി കൊടുക്കാം. ഓക്കെ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടിക്കകം ഒക്കെ കാണാൻ. 2008 മോഡൽ ഓൾട്ടോ LXI 2028 വരെ വണ്ടിക്ക് പേപ്പറും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് നിലവിലുണ്ട്. LXI ആണ്. AC, പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണ്. ഇത്രയും പഴയ വണ്ടിയൊക്കെ ആണെങ്കിലും വണ്ടിയിൽ തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഡോർ പാഡൊക്കെ കാണാനാണെങ്കിലും നല്ല വൃത്തിയായിട്ടൊക്കെ തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് ടയേഴ്സൊക്കെ നല്ല ടയേഴ്സാണ്. ഫ്രണ്ട് ടയർ മുട്ടയായിരുന്നു. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 1,05,000 രൂപ കൊടുക്കാം. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും? മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും വണ്ടിക്കില്ല. ഒന്നുമില്ല. 2008 മോഡൽ ഓൾട്ടോ LXI 2028 വണ്ടിക്ക് പേപ്പറുണ്ട്. 2014 മോഡൽ റിറ്റ്സ് VXI സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2014 മോഡൽ റിറ്റ്സ് VXI സിംഗിൾ ഓണർഷിപ്പ്, വെറും 66,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. വണ്ടിക്കകം നോക്കിയാലൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട്. കുഴപ്പമില്ല. നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. കുഴപ്പമില്ല. ഫ്ലോർ മാറ്റൊക്കെ വൃത്തിയായിട്ട് അടിച്ചിട്ടിട്ടുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലും വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത്. 14 മോഡൽ VXI 2014 VXI 66,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ബാക്ക് ടയർ പുതിയതാണ്? പുത്തൻ ടയർ ബാക്ക്. ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. റീടച്ച് കയറിയിട്ടുണ്ടോ? റീപെയിന്റ് ഇഷ്ടം പോലെ റീപെയിന്റ് ഉറപ്പായിട്ടും കാണും. പഴയ 2014 കാരണം നമ്മൾ എടുക്കുമ്പോൾ തന്നെ റീപെയിന്റ് എല്ലാം ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്ത വണ്ടി എടുത്തോളൂ. ഇപ്പോൾ റീപെയിന്റ് ഒക്കെ എന്തായാലും വണ്ടിക്ക് അത് കാണും. ഉണ്ട്. റീപെയിന്റിലൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല. ഓക്കെ. പുട്ടി അങ്ങനെ വലുതായില്ല. മേജർ പുട്ടി എന്ന് വെച്ചാൽ ബമ്പർ സ്ക്രാച്ച്, ഡോർ സ്ക്രാച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടാണ് വണ്ടിക്കകത്ത്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3,40,000 രൂപ കൊടുക്കാം. 3,40,000. 2014 റിറ്റ്സ് 3,40,000 രൂപ. ഈ 2014 വണ്ടിക്ക് ഇത്രയും വാല്യൂ ഉണ്ടോ? റിറ്റ്സ് ഇപ്പം നിലവിലില്ല. നമ്മുടെ വണ്ടി വാല്യൂ ഉണ്ടല്ലോ. ഇപ്പോഴും ഇഷ്ടംപോലെ വണ്ടി ഇപ്പോൾ ഇറങ്ങുന്നു നമ്മുടെ ഇവിടെ നിന്ന്. ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും അളിയെ കണ്ടല്ലേ ഇപ്പോൾ വണ്ടി ബുക്ക് ചെയ്ത് 10. അത് ഞാൻ കണ്ടു. വണ്ടി ഇഷ്ടംപോലെ പോകും. വണ്ടി നല്ല വണ്ടിയാണ്, ആൾക്കാർ എടുക്കുള്ളൂ. ഒരു കുഴപ്പമില്ല. നിർത്തി A സ്റ്റാർ സെന്ന് വരെ ഇപ്പോൾ ഇഷ്ടംപോലെ ഇറങ്ങുന്നു വണ്ടി. ഇതിന് വേറെ അപാകതകൾ? നല്ല വണ്ടി, ഒരു കുഴപ്പമില്ല. 2014 റിറ്റ്സ് VXI 2014 മോഡൽ ഓൾട്ടോ 800 50,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. 2014 മോഡൽ ഓൾട്ടോ 800 LXI വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി. റീപ്ലേസ് ആയിട്ട് ഇല്ല. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. 2026 ഏപ്രിൽ വരെ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് കിടപ്പുണ്ട്. പിന്നെ സീറ്റ് ഓരോ ഫ്ലോർ മാറ്റ്, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. 2014 മോഡൽ ഓൾട്ടോ 800 LXI സിംഗിൾ ഓണർ 50,000 കിലോമീറ്റർ. കിലോമീറ്റർ ഒക്കെ ജെന്യൂനാണ്? പക്ക കിലോമീറ്റർ. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്ക് 2,20,000 കൊടുക്കാം. 2,20,000 രൂപയ്ക്ക് 2014 മോഡൽ ഓൾട്ടോ 800 വണ്ടി. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞേക്കുന്നത് നീ അത്യാവശ്യം ട്രൂ വാല്യൂ ബേസ് ചെയ്ത് വില കുറച്ച് പറയുന്ന ഒരാളാണെന്നാണ് പറഞ്ഞേക്കുന്നത്. തീർച്ചയായിട്ടും. നീ അത് മാറ്റി പറയിപ്പിക്കുമോ? ഒരിക്കലും പറയിപ്പിക്കത്തില്ല. ഒരിക്കലും പറയിപ്പിക്കില്ല. ഞാനങ്ങ് തെള്ളി പോവുകയും ചെയ്ത്. ഞാൻ പറഞ്ഞു, വണ്ടി വന്ന് കാണ്, നേരിട്ട് എന്നെ വന്ന് കാണ്, റേറ്റ് സംസാരിക്കും. ഈ പറഞ്ഞ വീഡിയോ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇവനാണ്, ഡിക്സൺ. അപ്പം നിങ്ങൾ വന്നിട്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ ഡിക്സനെ കാണാൻ നമ്മൾ വീഡിയോ കണ്ടിട്ട് വരുവാന്ന് പ്രത്യേകം പറയണം. കാരണം ഒരു കാര്യമില്ലാതെ വേറെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ വണ്ടികളെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും കമ്മീഷൻ കിട്ടുന്നത് അത് ഇവനെ ഇട്ടിട്ട് വെറുതെ ബാക്കിയുള്ളവർക്ക് എന്തിനാണ് കൊടുക്കണത്. അതുകൊണ്ട്
ഡിക്സനെ തിരക്കി ഡിക്സന് തന്നെ നിങ്ങൾ വർക്കുകൾ കൊടുക്കണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുകയാണ്. അടുത്ത 2016 മോഡൽ ഓൾട്ടോ 800 45,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ 2016 മോഡൽ ഓൾട്ടോ 800 LXI 49,000 കിലോമീറ്റർ 49,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. സെക്കൻഡ് ഓണർ. വണ്ടിക്കകമൊക്കെ കാണാൻ നല്ല വൃത്തിയാണ്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്, നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റീരിയോ ഉണ്ട്. ഓക്കെ, വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. ഓക്കെ, റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല വണ്ടിക്ക്. അത് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2.35 കൊടുക്കാം. 2.35. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം? നമുക്ക് ഒരു 10, 20, 25 വേണമെങ്കിൽ ഇറക്കാൻ പറ്റും. 25 വേണം. കസ്റ്റമറുടെ സിവിൽ സ്കോറും ബാങ്കിങ് വയ്ക്കാന്നുണ്ടെങ്കിൽ നമുക്ക് 10, 20, 25 വേണ്ടി സുഖമായിട്ട് നമുക്ക് ഇറക്കി കൊടുക്കാം. ഈ 25 രൂപയ്ക്ക് മാസം അടവ് എങ്ങനെ ആയിരിക്കും? നമുക്ക് പെർ ലാക്ക് ഇപ്പോൾ 5 വർഷത്തേക്ക് ലോൺ കിട്ടുവാണെങ്കിൽ നമുക്ക് പെർ ലാക്ക് 2,300, 2,400 EMI നിൽക്കും. പെർ ലാക്ക് 5 വർഷത്തേക്ക്. എപ്പോഴേ ഈ വാടകക്കാരായിട്ട് ഒരുവിധം ഞാൻ ഇപ്പോൾ പോകുന്ന എല്ലാ ഷോപ്പിലും റെന്റ് രീതിയിൽ താമസിക്കുന്നവർക്ക് വാടക ചീട്ട് കൊണ്ടുവന്നാൽ ഇവിടുന്ന് വാടക ചീട്ട്. പക്ഷേ അതിന് വേറെ കുറേ ക്രൈറ്റീരിയസ് ഉണ്ട്. അത് ബാങ്കുകാർ പറയും. അതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ക്രൈറ്റീരിയസ് എന്ന് പറഞ്ഞാൽ ഒന്നീ അവർക്ക് എൻ്റെ സാലറി ആയിരിക്കണം, ഒന്നീ സാലറീഡ്. ഗവൺമെന്റ് ജോലി ഇല്ലാത്തവർക്കും വീട് വേണ്ടേ? വീടില്ല, അപ്പൊ ഒരു ചെറിയ കാർ എടുക്കണം. സാലറിഡ് ആണെങ്കിൽ നമുക്ക് അവർ ചെയ്യാൻ പറ്റും. നമുക്ക് ഓക്കെ, സാലറീഡ് അല്ലാതാണെന്നുണ്ടെങ്കിൽ വാടക ചീട്ട് വെച്ച് എടുക്കാൻ പറ്റും. മെയിനായിട്ട് നമുക്ക് വേണ്ട ലാൻഡ് ടാക്സ് മസ്റ്റായിട്ട്. മിക്ക ഒരു ഫിനാൻസ് വണ്ടിക്കും ലാൻഡ് ടാക്സ് മസ്റ്റായിട്ട് വേണം. വേണം. പിന്നെ അല്ലാതെ ചെയ്ത് നമുക്ക് ഓപ്ഷനാണ്. ചെയ്ത് നോക്കാമെന്ന് ഞാൻ പറയാൻ പറ്റും. ഉറപ്പ് പറയാൻ പറ്റില്ല. 2020 മോഡൽ ഓൾട്ടോ 800 VXI വണ്ടി. 2020 ഓൾട്ടോ 800 VXI സിംഗിൾ ഓണർഷിപ്പ്. വെറും 40,000 കിലോമീറ്റർ കൊണ്ട് വീടുന്നുള്ളൂ. 2020 മോഡൽ ഓൾട്ടോ 800 VXI വണ്ടി. വെറും 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സീറ്റ് കവർ അത് കൂടാതെ തന്നെ വണ്ടിക്ക് രീതിയിൽ തന്നെ എഞ്ചിന് ഗിയർ ബോക്സിന് നമുക്ക് വണ്ടിക്ക് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. ടയേഴ്സ് പുതിയതാണല്ലേ? പുത്തൻ ടയർ. അത് ഫസ്റ്റ് ഇയർ ഓൾമോസ്റ്റ് തീർന്നപ്പോൾ ഫസ്റ്റ് ഇയർ നമ്മൾ മാറിയിട്ടുണ്ട്. 4 പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല വണ്ടിക്ക്. ഒന്നുമില്ല. ഒന്നുകൂടെ പറയാം. 2020 മോഡൽ ഓൾട്ടോ 800 VXI വണ്ടി. 4 പുത്തൻ ടയർ, എഞ്ചിന് ഗിയർ ബോക്സിന് 1 ഇയർ വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വണ്ടിക്കകത്ത്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3,40,000 കൊടുക്കാം. 3,40,000. അത് നമുക്കൊരു 3,40,000 എന്ന് പറയുമ്പോൾ ഏകദേശം പുതിയ വണ്ടിയുടെ വിലയായിരിക്കും. പുതിയ വണ്ടികളിൽ 3 ലക്ഷം രൂപ കിട്ടുന്നത്. അല്ല, ഈ മോഡൽ ഇറങ്ങിയ സമയത്തുള്ള മോഡൽ ലാസ്റ്റ് ഇറങ്ങും. എനിക്ക് എൻ്റെ പറഞ്ഞത് 4,5 പുതിയ വണ്ടി വില ഉണ്ട് ഇറങ്ങാൻ. ഓൺ റോഡ് അതോ എക്സ്ഷോറൂമോ? ഓൺ റോഡ്. ഈ വണ്ടി പുതിയ ഇറങ്ങുമ്പോൾ ഞാൻ 5 അടുപ്പിച്ച് വില ലാസ്റ്റ് ഇറങ്ങുമ്പോൾ ഈ വണ്ടി വില ഉണ്ടായിരുന്നു. 2018 മോഡൽ ബലെനോ സീറ്റ വേരിയൻറ്റ്. 42,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സീറ്റ വേരിയൻറ്റ് 2018 മോഡൽ ബലെനോ സീറ്റ സിംഗിൾ ഓണർഷിപ്പ്. 42,000 കിലോമീറ്റർ ജെന്യുവൻ അല്ലേ? പക്കാ കിലോമീറ്റർ. കമ്പനി സർവീസും കാര്യങ്ങളും ഉള്ളതാണ്. എല്ലാം ഉള്ള കമ്പനി സർവീസും കാര്യങ്ങളല്ല. അതുകൂടെ നമുക്ക് വണ്ടിക്ക് എഞ്ചിന് ഗിയർ ബോക്സ് നമുക്ക് 6 മാസം വാറണ്ടി വരെ കിട്ടും വണ്ടിക്ക്. അതായത് ഇൻഡസിൻ്റെ വാറണ്ടിയാണോ? ഇൻഡസിൻ്റെ വാറണ്ടി. 2018 മോഡൽ ബലെനോ സീറ്റ. അത് 3rd വേരിയൻറ്റ്. ടോപ്പിന് നേരെ താഴെ 2018 മോഡൽ സീറ്റ വേരിയൻറ്റ് ബലെനോ. സീറ്റ് കവർ ചെയ്തില്ല? സീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, സ്റ്റിയറിംഗ് സ്റ്റീരിയോ പുഷ്പണ്ണ സ്റ്റാർട്ട് അലോയ്സ് കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് വരുന്നുണ്ട്. വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. അത് കൂടാതെ 4 പുത്തൻ ടയർ. അത് നമ്മൾ മാറണം. 4 പുത്തൻ ടയറാണ്. 2018 മോഡൽ ബലെനോ സീറ്റ വേരിയൻറ്റ് 4 പുത്തൻ ടയർ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് വെറും 6,10,000 രൂപയാണ്. അതിൽ നമുക്ക് കസ്റ്റമറുടെ സിവിൽ സ്കോർ ബാങ്ക് ഉണ്ട്. നമുക്ക് 6 ലക്ഷം രൂപ വണ്ടിക്ക് ലോൺ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പം 10,000 രൂപ വണ്ടി ഇറക്കി പറയാം നമുക്ക്. അടുത്ത 2024 മോഡൽ ഇഗ്നിസ്. 24-25 രജിസ്ട്രേഷൻ. വെറും 5,600 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓട്ടുള്ളൂ. 5,000 കിലോമീറ്റർ. 5,600 കിലോമീറ്റർ. 2024 മോഡൽ 25 രജിസ്ട്രേഷൻ ഇഗ്നിസ് സീറ്റ. യൂഷ് ബ്ലാക്ക് കളർ. കറക്റ്റ് കിലോമീറ്റർ ഒന്ന് ഹോൾഡ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. എല്ലാം വേണം. കറക്റ്റ് കിലോമീറ്റർ 5,900. കറക്റ്റ് കിലോമീറ്റർ 5,900 കിലോമീറ്റർ വണ്ടി കിട്ടുന്നുണ്ട്. ഓക്കെ, ബ്ലാക്ക് കളർ ആണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ നല്ല ഒരുപാട് അക്സസറീസ് എല്ലാം വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. 2024 മോഡൽ 25 രജിസ്ട്രേഷൻ. ടോപ്പിൽ വെച്ചേക്കുന്ന പരിപാടിയൊക്കെ അഡീഷണൽ ചെയ്തതല്ലേ? എക്സ്ട്രാ ഇവന് വട്ടാണ് ഇത്രയൊക്കെ അഡീഷണൽ ചെയ്തിട്ട് വിറ്റ് കളയാൻ. എനിക്ക് അത്യാവശ്യം നല്ല എമൗണ്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. നല്ല എമൗണ്ടുള്ള സാധനങ്ങളാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 7,05,000 കൊടുക്കാം. 2025 മോഡൽ.
പുതിയ വണ്ടിക്ക് അടുപ്പിച്ച് വില ആയാലും 9 രൂപ വില ഉണ്ടല്ലോ 9 രൂപ. ആ പിന്നെ ഈ സീറ്റാ വേരിയന്റ് സീറ്റാ 2024-25 രജിസ്ട്രേഷൻ വണ്ടി. 5000 കിലോമീറ്റർ അല്ലേ ഓടിയോളൂ. വണ്ടി. അപ്പോൾ പുത്തൻ വണ്ടിക്കുള്ള വില പറഞ്ഞാലും അത് തെറ്റാൻ പറയാൻ പറ്റത്തില്ല. ഓക്കെ, വണ്ടി കാണാനൊക്കെ 5000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ പിന്നെ നോക്കണ്ട. ഓക്കെ, ഫസ്റ്റ് ടയേഴ്സ് ആണ്. ഫസ്റ്റ് അതായത് 5000 കിലോമീറ്റർ ഓടി ടയർ. ഒന്നൂടെ പറയാം, 2024 മുകളിൽ 25 രജിസ്ട്രേഷൻ ഇഗ്നിസ് സീറ്റ 5000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. അപാകതകളൊന്നുമില്ല. 5000 കിലോമീറ്ററിലൊക്കെ ആരെങ്കിലും വണ്ടി വിട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു പേടി വരും. അതാ ഞാൻ ചോദിച്ചത്. അടുത്ത 2 എക്സ്പ്രസ് 22 VXA പ്ലസ് ബ്ലൂ കളർ, 22 VXA പ്ലസ് ഗ്രേ കളർ. നമുക്കതിന് ബ്ലൂ കളർ നോക്കാം. 2022 എക്സ്പ്രസോ VXA പ്ലസ് വെറും 19,000 സംതിങ് ആണ്. 20,000 കിലോമീറ്റർ ഓടി വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. റൗണ്ട് ചെയ്ത് പറയുകയാണ് 20,000 അല്ലേ? 19,000 എന്നല്ലേ പറഞ്ഞത്? 19,000 സംതിങ്, 20,000 റൗണ്ട് ആക്കി ഞാൻ പറഞ്ഞത്. 19 സംതിങ്. അങ്ങനെ ചില്ലറ വേണ്ട, റൗണ്ട് ആക്കി 20,000 ആക്കിയതുകൊണ്ട് ഇനി ആരെങ്കിലും വന്നാലും നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ആവശ്യമില്ലല്ലോ, അതൊരു കുറ്റമായിരുന്നല്ലോ. ഇതാകുമ്പോൾ ആവശ്യമില്ലല്ലോ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന 2010 VXA പ്ലസ് ആണ്. അത് എക്സ്പ്രസ് ടോപ്പ് വേരിയന്റ്. ആൻഡ്രോയിഡ് സിസ്റ്റം ഇതുള്ളതാണോ? ഇമ്പിൾട്ടഡ് വരുന്നതാണ്. പെട്രോളാണ്. ഇതൊരു ലിമിറ്റ് ഒരു പറയുന്നത് കളർ സ്പോയിലുണ്ടായും ഡാഷിന്റെ കളർ വേറെ ടൈപ്പ്, ഇങ്ങനെ എക്സ്ട്രാ ഗേറ്റ് ടൈപ്പ് കളറാണ്. ഓ, അങ്ങനെ ഒരു ലിമിറ്റഡ് എഡിഷൻ എന്നൊക്കെ പറയുന്ന രീതിക്ക്. ലിമിറ്റഡ് എഡിഷൻ അല്ല, പക്ഷേ ഒരു ടൈപ്പ് ആ ഒരു രീതിക്ക്. കാരണം എൻ്റെ സ്വിഫ്റ്റ് ലിമിറ്റഡ് എഡിഷൻ ഇങ്ങനെയായിരുന്നു, ഈ ഓറഞ്ച് അകത്ത് വരുന്നൊരു മോഡലാണ്. അതാ ഞാൻ ചോദിച്ചത്. ഇതിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് 4,30,000 രൂപയാണ്. റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ്. അതുപോലെ വാറണ്ടി ഉണ്ട്. എത്ര മാസം? 1 ഇയർ. മാസമല്ലോ, 12 മാസം കിട്ടും നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ടയേഴ്സ് ആണ് അല്ലേ? അതുപോലെ 2022 എക്സ്പ്രസോ VXA പ്ലസ് സെയിം വണ്ടി തന്നെ, പക്ഷേ 39,000 കിലോമീറ്റർ, 40,000 കിലോമീറ്റർ ഓട്ടുന്ന വണ്ടി. ഓക്കെ, കിലോമീറ്റർ ജെന്യൂൻ ആണ്. കിലോമീറ്റർ തന്നെ. എങ്ങനെയാണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമുക്ക് വാറണ്ടിയും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ടുണ്ട്. 2 ഡോർ പവർ വിൻഡോ അല്ലേ ഇത്? 2 ഡോർ പവർ വിൻഡോ. എക്സ്പ്രസ് 2 ഡോർ പവർ വിൻഡോ ഇറങ്ങിയിട്ടുള്ളത്. അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ, വണ്ടി ഗ്രേ കളർ എന്നുള്ള വ്യത്യാസം. രണ്ടും സെയിം മോഡൽ, സെയിം ഇയർ. വ്യത്യാസമുള്ളത് കിലോമീറ്ററും ഒരു 10,000 കിലോമീറ്റർ വ്യത്യാസവും ഈ കളർ വ്യത്യാസമുള്ളൂ. വിലയില്ല, രണ്ടും നമുക്ക് സെയിം വില, 4,30,000 രൂപ. അതെന്തുവാ? ഇത് 20,000, ഇത് 40,000. 10,000 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. അപ്പൊ വിലയില് വ്യത്യാസം വരണ്ടേ? വ്യത്യാസമാക്കി തരാം, സെറ്റാക്കി തരാം. വ്യത്യാസം ആവണം, അതാ ഞാൻ ചോദിച്ചത്. 10,000 കിലോമീറ്റർ വ്യത്യാസം പോയിട്ടുള്ളൂ. അത് അങ്ങനെ ചെയ്തു തരാം. ഓക്കെ, ഇത് എങ്ങനെയാണ് നമ്മളെ ലോണും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് കസ്റ്റമർ സിബിൽ സ്കോറും ബാങ്കിലും പക്ക നമുക്ക് ഫുൾ ലോൺ കൊടുക്കേണ്ട വണ്ടിക്ക്. ഫുൾ ലോൺ കയറും. 1 രൂപ ഇല്ലെങ്കിലും കിട്ടും. പക്ഷേ വീടും ബാങ്കിങ്ങും പക്ക എല്ലാം ഉണ്ടെങ്കിൽ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കണം. അതാ പറഞ്ഞത്, സ്വന്തമായിട്ട് വീടും പറമ്പോളതെല്ലാം വേണം. അതെല്ലാം ബാങ്കുകാർ എടുത്തില്ല. അതാ പറഞ്ഞത്, എൻ്റെ പക്ഷേ ബാങ്കുകാർ തരത്തില്ല. എന്നെപ്പോലുള്ള പാവപ്പെട്ട വാടകക്കാർക്ക് കിട്ടില്ല. ഈ പാവപ്പെട്ട നല്ല കളിയാ. ഞാൻ ലക്ഷപ്രഭു പോടേ. 2017 മോഡൽ സെല്ലിയർ VXA ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് 2017 മോഡൽ സെല്ലിയർ VXA ഓട്ടോമാറ്റിക് വണ്ടി, 60,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ ജെന്യൂൻ ആണ്. പക്ക 60,000 കിലോമീറ്റർ കൊണ്ട് വിട്ടുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോസ് ആണല്ലേ? 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ചെറിയ ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്. എക്സ്ട്രാ ഗേറ്റ് ആണ്. മൈലേജ് ഒക്കെ എങ്ങനെയാണ്? ആൻഡ്രോയിഡ് സിസ്റ്റം പ്രത്യേകം കയറ്റിയാണോ? അത് എക്സ്ട്രാ ഗേറ്റ്. ഓക്കെ, മൈലേജ് എങ്ങനെയാ? മൈലേജ് എനിക്കൊരു 17-18 മൈലേജ് കിട്ടാം. ഓക്കെ, 4 ഡോർ പവർ വിൻഡോസ് ആണ്. എത്ര ചോദ്യം? ഇത് നമുക്ക് 4,55,000 രൂപ കൊടുക്കാം. ആക്സിഡൻസ് റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. 2018 മോഡൽ സെല്ലിയർ VXA ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക്. ടയേഴ്സ് ഫസ്റ്റ് ടയർ ആണോ? ഫസ്റ്റ് അല്ല, സെക്കൻഡ് ടയർ. പുത്തൻ ടയർ ആക്കാൻ തരുന്നത് 60,000 രൂപ ഫസ്റ്റ് ടയർ. 60,000. ഓക്കെ, ഞാൻ തെറ്റിദ്ധരിച്ചു. 40 കേട്ടത്, അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഫസ്റ്റ് സെക്കൻഡ് ടയർ 4 പുത്തൻ ടയർ ആക്കുന്നത്. 2018 സെല്ലിയർ VXA ഓട്ടോമാറ്റിക്. 2022 മോഡൽ ബലെനോ ഡെൽറ്റ ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് 2022 മോഡൽ ബലെനോ ഡെൽറ്റ ഓട്ടോമാറ്റിക്. എന്തോ ഓടിയിട്ടുണ്ട്? കറക്റ്റ് കിലോമീറ്റർ 20,342 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിക്കുന്നത്. ജെന്യൂനാണേ. എന്തോളി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ജെന്യൂനാണോ? നമുക്ക് നിന്നോടല്ലേ ചോദിക്കാൻ പറ്റും, എന്താ ഇതിങ്ങനെ? പക്ക ജെന്യൂൻ. നമുക്ക് എഞ്ചിന് ഗിയർ ബോക്സിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. സീറ്റ് ഓറും ഫുള്ളന്മാർ ഒരുപാട് അക്സറീസ് എല്ലാം വണ്ടിക്ക് തരുന്നുണ്ട്. 2022 ബലെനോ ഡെൽറ്റ ഓട്ടോമാറ്റിക് വണ്ടി. ഫസ്റ്റ് ടയർ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല വണ്ടിക്ക്. അത് എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 7,80,000 കൊടുക്കാം. 7,80,000. ഓക്കെ, വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. പിന്നെ പുതിയ വണ്ടി എന്നുള്ളതുകൊണ്ട് തന്നെ വേറെ ആക്സിഡന്റ് കേസ് കാര്യങ്ങളൊന്നും വാറണ്ടി കാണാൻ വരുന്ന വണ്ടിയാണ്. മാരി സർട്ടിഫൈഡ് വണ്ടിയാണ് ഇതൊക്കെ.
എത്ര വർഷത്തേക്ക് 1 ഇയർ വാറണ്ടി കാരണം കിട്ടും നമുക്ക്. 1 ഇയർ വാറണ്ടി എല്ലാം 1 ഇയർ വാറണ്ടി 3 ഫ്രീ സർവീസ് കിട്ടുന്നുണ്ട്. ഇൻഡസിന്റെ വാറണ്ടിയാണോ? ഇൻഡസിന്റെ വാറണ്ടി. ഇൻഡസിന്റെ മാരുതിയുടെ അല്ല, ഇൻഡസിന്റെ വാറണ്ടി. ഇൻഡസിന്റെ. അടുത്താണ് ഡിസയർ ZXA പ്ലസ് വണ്ടി 2018 മോഡൽ. ZXA പ്ലസ് ടോപ്പ് വേരിയന്റ് 2018 മോഡൽ ഡിസയർ ZXA പ്ലസ് വേരിയന്റ്. ഓണർഷിപ്പ് 36,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ പിന്നെ സിംഗിൾ ഓണർഷിപ്പ് 36,000 കിലോമീറ്റർ. ഇതിനകത്തുള്ളതാണോ? ഇതെല്ലാം ഇമ്പിൾട്ട് വരുന്നത് എല്ലാം ZXA പ്ലസ് ടോപ്പ് വേരിയന്റ്. ടോപ്പ് വേരിയന്റ് ക്ലൈമറ്റ് കൺട്രോൾ AC ഇമ്പിൾട്ട് സി എല്ലാം അതിനകത്ത് വരുന്നത്. അലോയ്സും കാരണം എല്ലാം അതിനകത്ത് കമ്പനി മാനേജർ സാധനമല്ല. പിന്നെ സീറ്റ് ഓരോ ഫ്ലോർ മാറ്റ് ഓരോ എക്സസൈസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്സസൈസ് അത് ചെയ്യേണ്ട. ബാക്ക് AC വെൻ്റൊക്കെ വരുന്ന മോഡലാണ്. അലോയ് വീൽസ്, നല്ല ടയേഴ്സ് എല്ലാം കിടപ്പുണ്ട്. ആവറേജ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഒന്നുമില്ല. റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. 6 മാസം വാറണ്ടി നമുക്ക് കൊടുക്കാം. ഇൻഡസിൻ്റെ ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 6 ലക്ഷം രൂപ കൊടുക്കാം. 2018 മോഡൽ ഡിസയർ ZXA പ്ലസ് 6 ലക്ഷം രൂപ കൊടുക്കും. അതിൽ എന്തെങ്കിലും കുറയും? അതായത് നേരിട്ട് വന്ന് കണ്ട് തരാം. അടുത്ത 2022 മോഡൽ സ്വിഫ്റ്റ് VXI 40,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. 2022 മോഡൽ സ്വിഫ്റ്റ് VXI. നാളെ ടയറും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്തുണ്ട്. വേറെ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് ഓവർ ഫ്ലോർ മാറ്റ് ആക്സറീസ് എല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വണ്ടിക്ക് നമുക്ക് എഞ്ചിനീയറിംഗ് ഗിയർ ബോക്സിന് നമുക്ക് 1 ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലെല്ലാം വരുന്നുണ്ട്. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്ക് 6,50,000 കൊടുക്കാം. 6,50,000 ഓപ്പൺ ചെയ്തേരാം. വെയിറ്റ്. ഈ ബാക്ക് സംഭവം ബ്ലാക്ക് അവർ പ്രത്യേകം എക്സ്ട്രാ ചെയ്തേ. വണ്ടി മൊത്തത്തിൽ കാണാനൊക്കെ കൊള്ളാം. വൃത്തിയായിട്ടുണ്ട്. ബാക്ക് ടയേഴ്സൊക്കെ നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡ് ബാറ്ററി മിണ്ടായിരിടാ. വണ്ടി ബാക്ക് സൈഡൊക്കെ കാണാനൊക്കെയാണെങ്കിൽ വണ്ടി വൃത്തിയായിട്ടിരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് 6,50,000 കൊടുക്കാം. നമുക്കതിനകത്തൊരു 6,30,35 ലോൺ കൊടുക്കാം. നമുക്ക് ഈ ഓൺ റോഡ് ഇറങ്ങുമ്പോൾ എത്രയാണ്? സ്വിഫ്റ്റ് അല്ല ചോദിക്കുന്നത്. ഈ സ്വിഫ്റ്റിന് വില കുറഞ്ഞ് ഇത് ഞാൻ ലാസ്റ്റ് ഇറങ്ങുമ്പോൾ 8.45. ഇത് 4 സിലിണ്ടർ വണ്ടിയാണ്. ലാസ്റ്റ് ഇറങ്ങിയപ്പോൾ 8.45 8 വണ്ടിക്ക് വില ഉണ്ടായിരുന്നു. ഈ 4 സിലിണ്ടർ ലാസ്റ്റ് ഇറങ്ങിയ 4 സിലിണ്ടർ വണ്ടി 2022 മോഡൽ സ്വിഫ്റ്റ് VXI വണ്ടി 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. എഞ്ചിന് ഗിയർ ബോക്സിന് 1 ഇയർ വാറണ്ടി. നമുക്ക് 6,50,000 കൊടുക്കാം. അത് നമുക്കൊരു 6,15 ലോൺ കൊടുക്കാം നമുക്ക് വണ്ടി. 2014 മോഡൽ ഇയോൺ എറ 62,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ജെന്യൂൻ കിലോമീറ്റർ 2014 മോഡൽ 62,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. കുഴപ്പമില്ലാത്ത ടയറുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക്. അത് ഒന്നുമില്ല. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. കുഴപ്പമൊന്നുമില്ല. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഡോർ പവർ വിൻഡോസാണ്. ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ കൊള്ളാം. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 1,80,000 കൊടുക്കാം. കുറയും എന്ന് പറഞ്ഞാൽ എത്ര വരെ കുറയും? കസ്റ്റമർ ഒന്ന് കണ്ട് സംസാരിക്കുക. റേറ്റ് മാക്സിമം കുറച്ച് കൊടുക്കാം. ഓക്കെ. വണ്ടി ഡോർ അടച്ച ഒരു രീതിയൊക്കെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ കൊള്ളാം എന്ന് പറഞ്ഞാൽ ഞാൻ പലയിടത്തും പോയി തുറന്നിട്ടുണ്ട്. ഇയോൺ പഴം പോലെ ഇരിക്കുന്ന ഡോസാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് കുഴപ്പമില്ല. ഈ വണ്ടിയുടെ കുഴപ്പമില്ല. വേറെ വണ്ടിയുടെ അല്ലേ, ഈ വണ്ടിയുടേത് കുഴപ്പമില്ല. 2014 ഇയോൺ എറ പ്ലസ് 62,000 കിലോമീറ്റർ സിംഗിൾ ഓണർ 1,80,000 രൂപയ്ക്ക്. 85,000 രൂപ. മാന്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. 2018 മോഡൽ സിയാസ് ആൽഫ ഓട്ടോമാറ്റിക് വണ്ടി. അത് ടോപ്പ് വേരിയൻറ്റ്. 2014 സിയാസ് ആൽഫ ഓട്ടോമാറ്റിക് 34,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 2018 സിയാസ് ആൽഫ ഓട്ടോമാറ്റിക്. ഇതിൽ വന്നിട്ടുള്ള ഈ ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ചെയ്തതാണോ? ഒന്നും എല്ലാം അതിനകത്ത് ഇമ്പിൾട്ടഡ് ഉള്ളത്. ഒന്നും എക്സ്ട്രാ ആയിട്ടില്ല. അത് ആൽഫയില്ല, ടോപ്പ് വേരിയൻ്റ് അല്ലേ. സീറ്റ് കവേഴ്സ് ആയാലും ഫോർമാറ്റാസ് എല്ലാം വണ്ടിക്കകത്തുണ്ട്. വേറെ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല. 2018 സിയാസ് ആൽഫ ഓട്ടോമാറ്റിക് 34,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. അതെ. എത്ര ചോദിക്കുന്നത്? നമുക്ക് 8 ലക്ഷം രൂപ കൊടുക്കുന്നത്. ഇത് ഇറങ്ങിയപ്പോൾ എന്താണ് വില? ഇത് ഇറങ്ങിയപ്പം എനിക്കൊന്ന് 13-12 സമയം വില ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ വണ്ടിക്ക് 15 ലക്ഷം രൂപയ്ക്ക് വേണ്ടി വിലയുണ്ട് ഇപ്പം നിലവിൽ. ആൽഫ ഓട്ടോമാറ്റിക് ആണ്. 80 ഫുള്ളി ഓട്ടോമാറ്റിക്. AGS അല്ല 80. ആ ഗിയർ ബോക്സ് കാണിച്ചു ജസ്റ്റ്. റീപ്ലേസ് ഗിയർ ഷിഫ്റ്റ് കാണിച്ചു തരാം. ഗിയർ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കതില്ല. പുഷ് സ്റ്റാർട്ട് ബട്ടണൊക്കെയാണ്. 2018 മോഡൽ സിയാസ് ആൽഫ ഓട്ടോമാറ്റിക്
എത്ര ചോദ്യം? 8 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. 8 ലാസ്റ്റ് പ്രൈസാ? ലാസ്റ്റ് പ്രൈസ് ഇൻഡസിൻ്റെ ആസ്കിംഗ് റേറ്റ് ആണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. അപ്പോൾ ഒരു 7 സംതിങ്ങിനൊക്കെ നമുക്ക് കിട്ടാം. അറിയാം, വന്ന് വണ്ടി കാണാൻ റേറ്റിന് അഡ്ജസ്റ്റ് എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള വണ്ടികളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്യാവശ്യം നല്ല വണ്ടികളാണ്, നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളായിരുന്നു കാണിച്ചത്. 1 ലക്ഷം രൂപയുടെ വണ്ടിയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ക്വാളിറ്റി ഉണ്ട്. ആ രീതിയിൽ വണ്ടി നല്ല വണ്ടികളായിരുന്നു. 800-ന് ഒരു 1 ലക്ഷം രൂപ ശകലം കൂടുതലാണ്. എന്നാലും നിങ്ങൾ വന്ന് കണ്ട് വണ്ടിയൊക്കെ കണ്ട് അപ്പുറത്ത് നിന്ന് എനിക്ക് ഓരോ സിഗ്നൽസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ചിരി. അപ്പോൾ നിങ്ങൾ വന്ന് കണ്ട് നല്ല നല്ല വണ്ടികൾ, നല്ലൊരു മെക്കാനിക്കിനെയും കൂടി കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് നല്ല നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോഴത്തെ നല്ല വീഡിയോ ആയിട്ട് കാണും വരെ